നമസ്കാരം. ആചാര്യ IAS അക്കാദമിയുടെ ടോപ്പിക് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. കൊൽക്കത്തയിൽ വനിതാ ഡോക്ടർ പീഡനത്തിനിരയായ സംഭവവും മഹാരാഷ്ട്രയിലെ ബന്ദിലാപൂരിൽ 4 വയസ്സുള്ള 2 നഴ്സറി കുട്ടികൾ പീഡനത്തിനിരയായ സംഭവവും നടന്നതോടെ UPSC ആസ്പിറൻസ് എന്ന നിലയ്ക്കും സിറ്റിസൺ എന്ന നിലയ്ക്കും സ്ത്രീ സുരക്ഷ എന്ന വിഷയം ചർച്ചയാക്കേണ്ട സാഹചര്യമാണ് കടന്നു വന്നിരിക്കുന്നത്. 2017 മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടിക്ക് പീഡനത്തിനിരയാകേണ്ടി വന്നതിനെ തുടർന്ന് ഈ മേഖലയിലെ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി നിയോഗിച്ച ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതോടെ സ്ത്രീ സുരക്ഷ എന്ന വിഷയം രാഷ്ട്ര സുരക്ഷ എന്ന വിഷയത്തോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒന്നായി മാറിയിരിക്കുന്നു. ആരോഗ്യം, സിനിമ തുടങ്ങി പബ്ലിക്കുമായി കൂടുതൽ ഇടപെടുന്ന മേഖലകളിൽ സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള ഹരാസ്മെന്റ്സ് കൂടുതലായി അനുഭവിക്കേണ്ടി വരുന്നുവെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. 1973 കൊൽക്കത്തയിലെ ഹോസ്പിറ്റലിൽ നഴ്സായിരുന്ന അരുണ ഷാൻബാഗ് ക്രൂരമായ പീഡനത്തിനിരയാവുകയും തുടർന്ന് വർഷങ്ങൾക്കു ശേഷം മരിക്കുകയും ചെയ്ത സംഭവം പാസീവ് യുത്തനേഷ്യ ലീഗലൈസ് ചെയ്യിപ്പിക്കുന്നതിലേക്ക് പോലും സുപ്രീം കോടതിയെ പ്രേരിപ്പിച്ചു. ഇതോടൊപ്പം റൈറ്റ് ടു ലൈഫ് വിത്ത് ഡിഗ്നിറ്റി എന്നത് ആർട്ടിക്കിൾ 21 പ്രകാരം ഫണ്ടമെന്റൽ റൈറ്റ്സ് തന്നെയാണെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. 2012 ഡൽഹി റേപ്പ് കേസിനു ശേഷം വന്ന ജസ്റ്റിസ് വർമ്മ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം ക്രിമിനൽ ലോയിൽ അമെൻമെന്റ് വരുത്തി. ഇതുവഴി ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളുടെ ശിക്ഷ 7 വർഷം വരെയാക്കി ഉയർത്തി. ഇതോടൊപ്പം റേപ്പ് എന്ന വാക്കിന്റെ ഡെഫിനിഷനും മാറ്റി. 1997 വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ കേസിനെ തുടർന്ന് തൊഴിലിടങ്ങളിലെ സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി വിശാഖ ഗൈഡ് ലൈൻസ് പുറത്തു വന്നിരുന്നു. ഇതുപ്രകാരം തൊഴിലിടങ്ങളിൽ സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി ഒരു ഇന്റേണൽ കമ്മിറ്റി രൂപീകരിക്കാൻ നിർദ്ദേശിച്ചിരുന്നു. 2013 സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി മാത്രം പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹരാസ്മെന്റ് ആക്ടും നിലവിൽ വന്നിരുന്നു. നിർഭയ കേസിനു ശേഷം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനായി മാത്രം മാറ്റിവെച്ച നിർഭയ ഫണ്ട്, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ആരംഭിച്ച സഖി വൺ സ്റ്റോപ്പ് സെന്റർ എന്നിവയും ഇതോടൊപ്പം ടോൾ ഫ്രീ നമ്പർ, പിങ്ക് പോലീസ് തുടങ്ങി നിരവധി സംവിധാനങ്ങളും പ്രാവർത്തികമാക്കി. എങ്കിലും NCRBയുടെ കണക്കുപ്രകാരം 2022 ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ 4.5 ലക്ഷത്തോളം ആയി ഉയർന്നു എന്നത് നിരാശാജനകമാണ്. മനോഭാവത്തിൽ മാറ്റം വരുത്തുന്നതിനായി സമൂഹത്തിൽ കൃത്യമായ ഒരു അവയർനെസ് സ്പ്രെഡ് ചെയ്യുക എന്നതാണ് പ്രധാനമായുമുള്ള ഒരു പ്രശ്നപരിഹാരമായി ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുക. ഇതോടൊപ്പം ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി സെറ്റ് ചെയ്യുക, GPS സംവിധാനം ഉൾപ്പെടുത്തിയുള്ള ഒരു മൊബൈൽ ആപ്പിലൂടെ പെട്ടെന്നുള്ള ഹരാസ്മെന്റ്സ് റിപ്പോർട്ട് ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തുക, അതോടൊപ്പം തന്നെ ഒരു റിപ്പോർട്ടിംഗ് അതോറിറ്റി സെറ്റ് ചെയ്യുക എന്നതും വേ ഫോർവേഡായി ചൂണ്ടിക്കാണിക്കാം. പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ 33% ഉയർത്തുക എന്നത് ഉടൻ നടപ്പാക്കുക എന്നതും ആവശ്യമായി ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്പെഷ്യൽ കോർട്ട് സെറ്റ് ചെയ്യുന്നതിലൂടെയും ഒരു പരിധിവരെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കും. രാഷ്ട്രത്തിന്റെ പകുതിയോളം വരുന്ന ജനസംഖ്യ നേരിടുന്ന ഈ വലിയ വിപത്ത് പ്രൊഡക്ഷനെയും നിർമ്മാണത്തെയും അതുപോലെ വികസനത്തിനെയും സാരമായി ബാധിക്കും എന്നതിൽ സംശയമില്ല. പ്രശ്നപരിഹാരത്തിനായി കൂടുതൽ ചർച്ച ചെയ്യുക. ബി വിത്ത് യുവർ ഡ്രീം, ബി വിത്ത് ആചാര്യ.